ഹായ് ഹലോ, എല്ലാവർക്കും മോംസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ വിഭവങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ വറുക്കാൻ മുളകും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും എല്ലാം ഇട്ട് മത്തിയാണ് കിട്ടിയേക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ ജസ്റ്റ് ഒന്ന് ഞാൻ വറുത്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. എല്ലാം കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെന്തായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മീൻ വറുത്തെടുത്തതിന് ശേഷം മറ്റൊരു മൺപാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 8 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒരു 5 ചുമന്നുള്ളിയും ഒരു ചെറിയ പീസ് ഒരല്പം പുളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പം ഇച്ചിരി പുളിയും കൂടെ എടുത്ത് നമുക്കതൊന്ന് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളകൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരണം. അപ്പോൾ അത് മൂത്തെടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ചമ്മന്തി റെഡിയാക്കാം. പൊതിച്ചോറിൻ്റെ പ്രധാന ഐറ്റമല്ലേ ചമ്മന്തി. അപ്പോൾ ഞാൻ ഈ വറ്റൽമുളകും ഉപ്പും കൂടെ വെച്ച് ആദ്യം നല്ലപോലെ കല്ലിൽ വെച്ചൊന്ന് അരച്ചെടുക്കുവാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മലയാളികൾ പൊതിച്ചോറ് ഇഷ്ടമില്ലാത്ത മലയാളികളൊന്നും കാണത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് വലിയ ഇഷ്ടമുള്ളൊരു സാധനം. ആ വാഴയില വാട്ടി അതിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് എടുക്കുന്ന ആ മണവും രുചിയും ആ ചമ്മന്തിയും നാരങ്ങാച്ചാറും എന്താ പറയുക, ഇതിൻ്റെയൊക്കെ രുചി കഴിച്ചവർക്ക് ഒരിക്കലും നാവിനത് പോയി കാണത്തില്ല. അപ്പോൾ കുഞ്ഞിലേക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളവരൊക്കെ കാണുമല്ലോ, കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവർ ആ രുചി ഒരിക്കലും മറക്കാതെ അമ്മമാർ പ്രത്യേകിച്ച് ഉണ്ടാക്കി തരുമ്പോൾ പറയാൻ വേണ്ടല്ലേ. അപ്പോൾ എന്നിട്ട് ഞാനിതാ ആ പുളിയും കൂടെ വെച്ച് അത് നല്ലപോലെ ഒന്ന് അരച്ചൊതുക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ വെച്ച് നമുക്ക് അരയ്ക്കണം. ഒരുപാട് ചമ്മന്തിക്ക് ഒരുപാട് അരയണ്ട, ഒരുവിധം അരച്ചെടുത്താൽ ഒത്തിരി അരഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ തേങ്ങ ഞാൻ ഇവിടെ ഏകദേശം ഒരു ചെറിയ മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നവരെന്നാലും ഞാൻ പറയാം, ഒന്നുകൂടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വല്ലപ്പോഴാ കൂടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേക സന്തോഷമൊക്കെയാണ്. എല്ലാവർക്കും ഒന്നിങ്ങനെ ഉണ്ടാക്കിക്കൊടുക്കും. വീട്ടിലുള്ള മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം. എല്ലാവരും കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കുള്ളിലൊരു സന്തോഷം. പക്ഷേ ഇച്ചിരി പണിപ്പാട് തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു 1-2 മണിക്കൂറെങ്കിലും വാഴയിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടെടുക്കുമ്പോഴതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. പൊതിഞ്ഞ ഉടനെ കഴിച്ച് കഴിഞ്ഞാൽ ആ രുചി കിട്ടത്തില്ല. അപ്പോൾ ഇലയിലിരുന്ന് ആ ചൂട് ചോറൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ആ ഇലയുടെ മണമൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നേ. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചൊതുക്കിയതിന് ശേഷം ചുമന്നുള്ളിയും ഒരു 2 കറിവേപ്പിലയും കൂടെ ഞാനിതിൻ്റെ കൂടെ വെച്ച് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നല്ല കറിവേപ്പിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വെച്ച് അരയ്ക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കറിവേപ്പിലയൊക്കെ വയ്ക്കുമ്പോൾ ഈ ചമ്മന്തി തന്നെ എത്ര ഐറ്റത്തിലാണ് നമ്മൾ മലയാളികൾ ഉണ്ടാക്കുന്നത്. മാങ്ങാ ചമ്മന്തി, ഇഞ്ചി ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി, ഉള്ളി ചമ്മന്തി, കാന്താരി ചമ്മന്തി പറഞ്ഞ സമയം പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുളക് ചുട്ടെടുക്കുന്ന പക്ഷേ നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് നമ്മളിതിങ്ങനെ വറുത്തെടുക്കുക. വിറകടുപ്പിലുണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ച് ചുടുന്ന അത്ര ഒരു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് മൂപ്പിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒന്നുകൂടെ ആ കറിവേപ്പില ഉള്ളിയെല്ലാം എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിലൊന്ന് നമ്മൾ കല്ലൊന്ന് ഉരുട്ടിയെടുക്കുക. ഒരുപാട് ബലം പ്രയോഗിച്ചല്ല അരയ്ക്കുന്നത്. അങ്ങനെ അരയ്ക്കുവാണെങ്കിൽ ഒത്തിരി അരഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കല്ലേന്ന് ഇത് നല്ലപോലെ ഒന്നിങ്ങനെ കണ്ടോ, മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇത്ര ഇതായിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. കല്ല് അരയ്ക്കുന്നതിൻ്റെ ആ ഒരു പരുവൊന്നും മിക്സിയിൽ അടിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കല്ലേ വെച്ച് ഈ ചമ്മന്തി ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉണ്ടല്ലോ, ആ കല്ലിൻ്റെ ആ കുഴിക്കാത്തിരിക്കുന്ന ആ ചമ്മന്തി എല്ലാം ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പറ്റിപ്പിടിക്കും. ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നത് അത് അത്രയും ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊതിച്ചോറുണ്ടാക്കാൻ പൊതിയാം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളരി ചോറാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്, വെള്ളരി ചോറ്. അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല നാടൻ മത്തി നല്ല കുരുമുളകൊക്കെ പുരട്ടി അടിപൊളിയായിട്ട് മൂപ്പിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബീട്രൂട്ട് തോരനും വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കല്ലേൽ അരച്ചെടുത്ത അടിപൊളി എരിയും പുളിയും എല്ലാം നല്ല സൂപ്പർ ചമ്മന്തിയാണ്. അപ്പോൾ അതും കൂടെ അതിനകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരിച്ചിരി അച്ചാറും കൂടെ വയ്ക്കാം. നാരങ്ങ അച്ചാറാണ്, കറിനാരങ്ങ ഞാൻ അച്ചാറിട്ട് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ അച്ചാർ ഇപ്പോഴും എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒരു മുട്ട വറുത്തതും. ഇതൊന്നും വേണമെന്നില്ല, ഒരു ചമ്മന്തി ഒരു തോരനും വെച്ചാലും മതി. പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി ഒരു 1-1.5 രുചിയാണ് എൻ്റെ പൊന്നു മക്കളെ.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വാഴയില തന്നെ ചെയ്യുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കേട്ടോ, അല്ലാതെ പേപ്പർ വാഴയിലയിൽ കിട്ടുമ്പോൾ ആ രുചി കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത് വാഴയില കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് എന്തായാലും ഒരാൾ വാഴയില തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ തന്നായിരുന്നു. അപ്പോൾ നമുക്കിതിന് ഇത് പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു 1-2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് എൻ്റെ പൊന്നോ ഇതൊന്നും എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന തൃപ്തി ഉണ്ടല്ലോ, അതിന് ഇനി നമ്മൾ എത്ര പിസ്സ കഴിച്ചാലും ബർഗർ കഴിച്ചാലും അല്ലെങ്കിൽ കുഴിമന്തി കഴിച്ചാലും ഒന്നും ഈ രുചി അതിൽ കിട്ടത്തില്ല എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിക്കേണ്ടുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അച്ചായൻ പൊതി കഴിക്കുവാണേ, കണ്ടല്ലോ നോക്കിയേ. എന്ത് രസമാണ്, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു കഴിപ്പുണ്ട് എൻ്റെ പൊന്നോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇച്ചിരി ഇതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി ബീറ്റ്റൂട്ട് തോരനും ഇച്ചിരി ചമ്മന്തിയും ഇച്ചിരി നാരങ്ങ അച്ചാറും എല്ലാം കൂടെ ഇട്ട് കുഴച്ച് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് കഴിക്കണം. അതിൽ ഇച്ചിരി മീൻ വറുത്തതും കൂടെ ഒക്കെ പിച്ചി വെച്ച് കഴിക്കുമ്പോൾ ഉണ്ട് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. ബായ്.